കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവകാശ ദിനാചരണം സംഘടിപ്പിച്ചു. ആലപ്പുഴ DMO ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പരിപാടി നടന്നു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ അവകാശ ദിനം ആചരിച്ചു. ISM വകുപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, കോമ്പൻസേഷൻ ലീവ് പുനഃസ്ഥാപിക്കുക, വകുപ്പ് മാനുവൽ ഉടൻ പ്രസിദ്ധീകരിക്കുക, ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ ആശങ്കകൾ പരിഹരിക്കുക, യഥാസമയത്ത് DPC കൂടുകയും സ്ഥാനക്കയറ്റ നടപടികൾ കൃത്യസമയത്ത് നടത്തുകയും ചെയ്യുക, സ്ഥാപനത്തിൽ മിനിമം നിർബന്ധമുള്ള തസ്തികയായ ഫാർമസിസ്റ്റ് തസ്തിക ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ ഉടൻ അനുവദിക്കുക, കൂടുതൽ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ തസ്തികകൾ സൃഷ്ടിക്കുക, ആശുപത്രികളിൽ ക്ലിനിക്കൽ തസ്തികകൾ അനുവദിക്കുക, കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവകാശ ദിനത്തിന്റെ ഭാഗമായി ഡയറക്ടറേറ്റിലും ജില്ലാ മെഡിക്കൽ ഓഫീസിനു മുന്നിലും പ്രതിഷേധം സംഘടിപ്പിച്ചത്. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK ഷിബു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കേരളത്തിൽ ഇന്ന് ആയുർവേദ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വലിയ സ്ഥാപനം ഔഷധിയാണ്. അത് സർക്കാർ മേഖലയാണ്. KSDPയും അതുപോലെ ഔഷധിയും ഹോം കെയർ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിൽ ശക്തിപ്പെടുന്നത് അത് സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാതിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ മോഡി സർക്കാരിന്റെ ഭാഗമായി അവരുടെ നയത്തിന്റെ ഭാഗമായി ഈ മേഖലയിൽ സ്വകാര്യവൽക്കരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പതഞ്ജലി ഉൾപ്പെടെ സംഘപരിവാറിന്റെ കള്ള സന്യാസിമാർക്ക് തീരെഴുതുന്ന മേഖലയായി ആയുർവേദത്തെ കൊണ്ടുപോകുമെന്നുള്ളത് ഈ ആയുർവേദ ഡോക്ടർമാരെ സംഘപരിവാറിന്റെ പിഞ്ഞാണത്തിൽ കൊണ്ടിരുത്തുവാൻ ശ്രമിക്കുന്ന ആളുകൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ആയുർവേദം എന്ന് പറയുമ്പോ, സംസ്കൃതം എന്ന് പറയുമ്പോ, ആശഭാരത സംസ്കാരം എന്ന് പറയുമ്പോ രോമാഞ്ചം കൊള്ളുന്ന ആയുർവേദ ഡോക്ടർമാർ. ജില്ലാ പ്രസിഡന്റ് റെനി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി വേണുകുട്ടൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഷിജി സോമരാജൻ തുടങ്ങിയവർ പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു.